ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ ഗെറ്റ് റെഡി വീഡിയോ ആവാല്ലേ. അതുമാത്രമല്ല, കുറച്ചെങ്കിലും പേര് എന്നോട് ചോദിച്ചായിരുന്നു ഹെയറിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഹെയർ കെയർ വീഡിയോ ചെയ്യാവോ എന്നൊക്കെ. നമ്മുടെ ഒരു ട്രഡീഷണൽ വെയറിലെ ഗെറ്റ് റെഡി വീഡിയോ കത്തിക്കേറിയതോടുകൂടി കുറെ കമന്റ്സ് എനിക്ക് വരുന്നുണ്ടായിരുന്നേ. അതൊരു പ്രചോദനമായി കണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് ഗെറ്റ് റെഡി വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഉള്ളത് പറയുവാണെങ്കിൽ എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും റെഡി ആവുന്നത് ഒരേപോലാണ്. ഔട്ട്ഫിറ്റ് മാത്രമല്ലേ ചേഞ്ച് ആവുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള സാധന സാമഗ്രികളിൽ നിന്ന് മാറി കുറച്ചധികം സെറ്റപ്പോട് കൂടിയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വീഡിയോ ചെയ്യാമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളായാലും വിമർശനങ്ങളായാലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നിപ്പോ എങ്ങനെയുണ്ട്? കൊള്ളാവോ? അപ്പൊ എന്നത്തെയും പോലെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഐലൈനറും പൊട്ടും ലിപ്സ്റ്റിക്കും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാധാരണ ഗെറ്റ് റെഡി. അത് വലിയ പുതുമയെന്നുള്ള കാര്യമല്ലെന്നറിയാം. പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഹെയർ കെയറിന്റെ കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കുഴി മടിച്ചായതുകൊണ്ട് തന്നെ ഇതിനായിട്ട് പ്രത്യേക ടൈം ഒന്നും ഞാൻ സ്പെൻഡ് ചെയ്യാറേ ഇല്ല. വീട്ടിൽ അമ്മ കാച്ചി തരുന്ന എണ്ണ തേക്കും, പിന്നെ വല്ലപ്പോഴും കൂടിയിട്ട് താളി യൂസ് ചെയ്താലായി. ഇത് തന്നെയാണ് എന്റെ ഹെയർ കെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുടിയൊക്കെ ഒരുപാട് ഡാമേജ് ആയി പോയിട്ടുണ്ട്. ഉടനെ തന്നെ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാവണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ. അപ്പൊ ബൈ ഫ്രം ട്രൂലി.